നമസ്തേ. ഞാൻ ആരാണെന്നറിയാലോ, എന്നാലും ഒന്നുകൂടെ പറയാം. കലാമണ്ഡലം സത്യഭാമ. എന്നെ എല്ലാവരും ടീച്ചറേ എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ FBയിലെ ഫ്രണ്ട്സ്, അല്ലാതെ കുറേ പേരുണ്ട് എനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങാനായിട്ട് ഒരുപാട് താമസിച്ചു പോയോ എന്നൊരു സംശയം ഉണ്ടായി എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക്. ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഇത്രയും വർഷം ഈ കല കൈകാര്യം ചെയ്യുന്ന ഞാൻ ഇത് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എത്ര താമസിച്ചത് എന്തിനാന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. വേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തൊഴിലുണ്ടല്ലോ കയ്യിൽ. പിന്നെ നമ്മൾ ഒരു തൊഴിലും ഇല്ലാതെ വെറുതെ ഫേസ്ബുക്കും അതേപോലെ യൂട്യൂബും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു തൊഴിലുള്ള സ്ഥിതിക്ക് ഇത് കുറച്ച് താമസിച്ചു പോയോ എന്ന് സംശയമുണ്ട്. സാരമില്ല, എന്നാലും കുറച്ച് കാലം കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം, അല്ലേ? മരണവും രോഗമൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഏത് സമയത്ത് എന്തും സംഭവിക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് സംഭവിക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു, ഓണം വിഷ് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ പ്രോഗ്രാംസ് ഉണ്ടോ? പ്രോഗ്രാംസ് അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണം, എല്ലാ കൊല്ലം ഓണം വന്നു പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ആഘോഷങ്ങൾ, പൂജവെപ്പ് വരികയാണ്. അടുത്ത മാസം തന്നെ ഫസ്റ്റ് വീക്കിലാണ് പൂജവെപ്പ് വന്നിരിക്കുന്നത്. അത് വർക്കിംഗ് ഡേയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു ആഘോഷമായിരിക്കും, അവധിയാണല്ലോ. പിന്നെ അത് കഴിയുമ്പോൾ അതൊരു 10 ദിവസത്തെ പൂജവെപ്പ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് 3-4 ദിവസം, 2-3 ദിവസത്തെ അവധിയുള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് നല്ലോണം കുട്ടികൾ വന്ന് ചേരുന്ന ഒരു വർഷത്തിലെ ഈ വിജയദശമിയുടെ അന്നാണ് കുട്ടികൾ കുറേ പേര് വന്ന് ചേരുന്നത് അധികവും. പിന്നെ സമ്മർ വെക്കേഷൻ. അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയാലും ആ കലാകാരന്മാരെ, പ്രത്യേകിച്ച് ഗുരുക്കന്മാർ, പഠിപ്പിക്കുന്നവർ എല്ലാവരും നമ്മുടെ സ്ഥലം വിട്ട് എവിടെയും പോവില്ല, എപ്പോഴും വീട്ടിൽ കാണും. എന്നുവെച്ചാൽ കുട്ടികൾ വരുന്നതേ പഠിക്കാൻ, പുതിയ കുട്ടികളൊക്കെ അഡ്മിഷനൊക്കെ വരുമ്പോൾ നമ്മളില്ലാതിരുന്നാൽ പറ്റില്ല. അങ്ങനെ അപ്പോൾ പൂജവെപ്പ് വരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്രിസ്മസ് വരുന്നു. അത് ഭയങ്കര ഒരു ആഘോഷമല്ലേ എല്ലാവർക്കും, ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓണം ഇങ്ങനെ ആഘോഷിച്ചു, എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തായാലും തിരുവോണം ഇന്നലെ കഴിഞ്ഞു, ഇന്നിപ്പോൾ അവിട്ടം ആയി. നാളെ ഇങ്ങനെ ഇനി നമുക്കൊരു 10 ദിവസത്തെ ഒരാഘോഷമുണ്ട്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്താണ് ഞാൻ. അപ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ, എല്ലാ കടകളും, അതേപോലെ നിശാഗന്ധി ഫെസ്റ്റ് നടക്കുന്ന അവിടെ എല്ലായിടത്തും നല്ല ആഘോഷമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് പേര് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കാണാം, എല്ലാവരും പോകുന്നതും വരുന്നതും ഒക്കെ. പിന്നെ നല്ല ആഘോഷമുള്ളൊരു ഭയങ്കര ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. ഈ ഓണം ശരിക്കും ആഘോഷിക്കും. എല്ലാ ദിക്കിലും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ ഓണം നമ്മുടെ തനത് കലയായ മോഹിനിയാട്ടം കേരളത്തിൻ്റെ എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വളരെ ആഘോഷിക്കുന്ന, നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്ന, ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റാണ് ഓണം. അതുപോലെ തന്നെയാണ് കേട്ടോ ക്രിസ്മസും പൂജവെപ്പും എല്ലാം അങ്ങനെ തന്നെ. എന്നാലും ഓണത്തിനെ സംബന്ധിച്ച് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അടുത്ത് പറയുകയാണ്. ഹിന്ദുക്കളാണെങ്കിൽ ഓണക്കോടി എടുക്കാത്ത ആരും കാണില്ല. ഓണക്കോടി എല്ലാവരും എടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും എടുത്തു. അതൊരു ചിട്ടവട്ടമായൊരു കാര്യമാണല്ലോ. ഓണത്തിന് സാരി എടുക്കുക, ബ്ലൗസ് എടുക്കുക, തുണികളൊക്കെ എടുക്കുക, വീട്ടിലെല്ലാവർക്കും തുണി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായൊരു കാര്യമാണ്. അപ്പോൾ ഓണം വരാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഓണത്തിന് അച്ഛൻ അമ്മയൊക്കെ തുണി എടുക്കാൻ പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ വരുമ്പോൾ അച്ഛനെയും അമ്മയും വരും. ഞങ്ങളെയൊന്നും കൊണ്ടുപോകുന്നില്ല, കുട്ടികളെയൊന്നും കൊണ്ടുപോയില്ല. അച്ഛനും അമ്മയ്ക്കും അറിയാമല്ല എല്ലാം എടുത്തുകൊണ്ട് വരുന്നതും അത് കാത്തിരിക്കുന്നതും. ആ ഓണത്തിന് പുതിയ ഉടുപ്പിടുന്ന ആ സീനൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ്. അച്ഛനും അമ്മയൊന്നും ഇല്ല, അവരൊക്കെ പോയി. എന്നാലും അതൊക്കെ ആലോചിക്കുക. അതേപോലെ നിങ്ങളുടെ വീടുകളിലും
ചെറിയ മക്കൾക്കും വലിയവർക്കൊക്കെ തുണിയൊക്കെ എടുത്ത് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് അവിട്ടമായി, താമസിച്ചു പോയി. ഇന്നലെ ലൈവ് ഒരു പ്രോഗ്രാം ഇടണമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ ലൈവ് വരാമെന്ന് വിചാരിച്ചതാണ്. അത് ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്ന് അവിട്ടത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനൊന്ന് വിഷ് ചെയ്യണ്ടേ. അതെനിക്ക് എൻ്റെ ഒരു കടപ്പാടാണത്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത വർഷം ഇതേപോലെ നമുക്ക് കണ്ടുമുട്ടണം ഓണത്തിന്. അതിനു മുമ്പ് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും നമ്മളെല്ലാവരും ഒന്നിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് എനിക്ക് രാഷ്ട്രീയം ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഒരു രാഷ്ട്രീയം ഇന്ന പാർട്ടി എന്നൊന്നും എനിക്കൊന്നുമില്ല, അങ്ങനെയില്ല. എനിക്ക് വ്യക്തികളെ വലിയ താല്പര്യമാണ്. അതായത് അത് 3 പാർട്ടിയിലും പിന്നെ ഘടകകക്ഷികളുള്ള പാർട്ടികളായിട്ടുള്ള അങ്ങനെ കുറേ എല്ലാ സെക്ഷനും ഉണ്ടല്ലോ. അതിൽ ചിലർ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ചിലരോടൊക്കെ വലിയ താല്പര്യം ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അവരുടെ ഞാൻ ഈ ടോക്ക് ഒരുപാട് ഞാൻ കാണുന്ന കൂട്ടത്തിലാണ്. ടി വിയിലെ ചർച്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണത്. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുണ്ടാവും, ഓരോരുത്തരും വീതം. അപ്പോൾ അത് ഞാൻ നല്ലപോലെ കാണുന്ന ഒരാളാണ്. എന്താ പറയുക, നമുക്കെപ്പോഴും സംസാരിക്കാനായിട്ടുള്ള ഒരു ഗൈഡ് അതിൽ നിന്ന് കിട്ടും. അത് സംശയമൊന്നുമില്ല. പ്രസംഗം കേൾക്കുമ്പോൾ സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആർക്കും താല്പര്യമില്ല പ്രസംഗം കേൾക്കാൻ. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയമായാലും പിന്നെ കലയെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ടോക്ക്, സംസാരം, പ്രസംഗങ്ങളെല്ലാം കേൾക്കണം. കുട്ടികളും കേൾക്കണം, വലിയവരും കേൾക്കണം. ഞാൻ പറയാം, എന്താ അറിയോ, സംസാരിക്കാൻ പഠിക്കും നമ്മൾ. ഞാനത് കാണുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നൊരു പ്രശ്നമായിരുന്നു. ഞാൻ ആ രാഹുലിനെ വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്. കാരണം എന്താ അറിയാം, ഞാൻ ആ പയ്യൻ്റെ ആ രാഹുലിൻ്റെ പയ്യെന്ന് പറയാൻ പാടില്ല, പുള്ളി ഇപ്പോൾ MLA ആണ് അല്ലേ? ശരി, അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മോൻ്റെ പ്രായം പോലും രാഹുലിന് കാണൂല, എന്നാലും ഞാൻ പറയുക. രാഹുൽ സംസാരിക്കുന്ന നിങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ, പക്ഷെ ആ രാഹുൽ സംസാരിക്കുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, അതേപോലെ BJP 3 പാർട്ടികളുമാണ് മെയിനായിട്ട് ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുക. ഇതിൽ ഞാൻ രാഹുൽ സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നന്നായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെയാണ് ചിലരുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ചില നിരീക്ഷണം ചെയ്യുന്ന രാഷ്ട്രീയം ചെയ്യുന്ന ചിലരുണ്ടല്ലോ. അതേപോലെയാണ് ശ്രീജിത്ത് പണിക്കർ, പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ അങ്ങനെ എനിക്കൊരു ലിസ്റ്റുണ്ട്. ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, സംസാരിക്കാൻ അറിയണം, അല്ലാതെ വന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ സംസാരിക്കുന്നവരുമുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും രാഹുൽ നല്ല പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതുകൊണ്ട് രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വളർന്നു വരുന്ന ഒരു കാലത്ത് ചിലപ്പോൾ ഞാനൊന്നും ആ സമയത്ത് കാണില്ലായിരിക്കും, പക്ഷേ രാഹുൽ ഒരു സമയത്ത് എന്തായാലും മന്ത്രിയാവും, സംശയമില്ല. എന്നുവെച്ചാൽ പുള്ളി ആദ്യമേ തന്നെ നിന്നപ്പോൾ തന്നെ ജയിച്ചു, MLA, ഇപ്പോഴും MLA ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബാഡ് ഇമ്പ്രഷൻ വന്നല്ലേ ഇപ്പോൾ. അതായത് ഏതൊക്കെയോ പെൺകുട്ടികളെ എന്തൊക്കെയോ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു, കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും വലിയ ഇതായിട്ട് എടുക്കുന്നില്ല. കാര്യം എന്താ അറിയോ, നമ്മൾ ഒരു പുരുഷൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഇഷ്ടമാണെങ്കിൽ, എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ കല്യാണം കഴിക്കൂ എന്ന് പറയും. പെൺകുട്ടികൾ അത് പറയാത്ത എന്താ? കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പല ദിക്കിലും പോകുന്നതും അങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതാണോ ശരി? ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഈ പ്രായമെല്ലാം കഴിഞ്ഞു വന്ന ഒരാളാണ്. എന്നിട്ട് തന്നെ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഒരു കാലത്ത് പറയാറുണ്ടേ, വളർത്തു ദൂഷ്യമാണെന്ന് പറയും. പെൺകുട്ടീനെയും ആൺകുട്ടീനെയും ഒക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ചെറുതിലെ
ആൺകുട്ടികളെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വളർത്തു ദൂഷ്യം, അത് ശരിയല്ല. വളർത്തു ദൂഷ്യ. അച്ഛനും അമ്മയും ശരിയല്ല, അതൊന്നുമല്ല. അച്ഛനും അമ്മയൊക്കെ നല്ല അച്ഛനും അമ്മമാരെ ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ വീടുകളിലും. പക്ഷെ മക്കൾ വഴിതെറ്റി പോകുന്ന പല ഫാമിലി എനിക്കറിയാം. അപ്പം അങ്ങനെ വഴിതെറ്റി പോകുന്നത് പിടിച്ചാൽ കിട്ടാത്തൊരു ലെവലുണ്ട് ഇപ്പോഴത്തെ മക്കളെ. എൻ്റെ മകൻ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ചിലപ്പോൾ പ്രായപൂർത്തിയായ മക്കളെ നമുക്ക് ഒറ്റ ഇങ്ങനെ മൂക്കയറിടാൻ പറ്റില്ല. മൂക്കയറെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, ഇടാൻ പറ്റില്ല. അപ്പോൾ അത് രാഹുൽ അങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ളതൊന്നും ഒരു തെളിവില്ല. തെളിവ് എന്തൊക്കെയോ കുറേ പബ്ലിക്കായിട്ട് കുറേ വാർത്തകൾ അത് ഇതൊക്കെ വന്നു, കുറേ ചാനൽ ചർച്ചകൾ വന്നു. ചാനലുകാർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. എൻ്റെ പ്രശ്നം നിങ്ങൾക്കറിയാലോ. 1നെ 9 മാധ്യമ പ്രവർത്തകർ. ഞാനത് പറയും, എന്നെ മാധ്യമ പ്രവർത്തകർ ഒന്നും ചെയ്യാനില്ല. എനിക്ക് അങ്ങനെയൊന്നും അവരെ പേടിയൊന്നുമില്ല, മനസ്സിലായി. എൻ്റെ ജീവിതത്തിനെ താറുമാറാക്കിയ, എൻ്റെ കലയെ താറുമാറാക്കിയ മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് അവർക്ക് അതൊന്ന് അനുഭവിക്കണം, നിങ്ങളെപ്പോലുള്ളവർ. മനസ്സിലായില്ലേ പറഞ്ഞത്? നിങ്ങളതൊന്ന് അനുഭവിക്കാത്തതുകൊണ്ടാണ്. അനുഭവിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാധ്യമ പ്രവർത്തകരെന്താണെന്ന്. ഒരു വശം ശരിയാണ്. ഏത് വശം? നമുക്ക് വേണ്ട ന്യൂസുകളെല്ലാം അവർ തരുന്നുണ്ട്. പക്ഷേ 100-ലുണ്ടല്ലോ 5% അതിനകത്ത് ശരിയുള്ളൂ. ഞാൻ പറയും അതേപോലെയാണ് എന്നെ തേജോവധം ചെയ്തവർ. അതുകൊണ്ട് ഞാനത് പറയും. അങ്ങനെ ഈ രാഹുലിനെ കുറേ അങ്ങോട്ട് തേജോവധം ചെയ്ത് അങ്ങ് അറ്റം പറ്റിച്ചു ആ MLA-നെ. അതൊന്നും ഞാൻ സൈഡല്ല. പെൺകുട്ടികൾ എപ്പോഴും നിലയ്ക്ക് നിൽക്കണം, വേണം, 100% നിൽക്കണം. എനിക്ക് പെൺകുട്ടികളില്ല, എന്നാലും ഞാൻ പറയും എനിക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അനുഭവിച്ചോ, അല്ലേ? അപ്പോൾ ആ കുട്ടി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പലരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വീടുകളിലാണെങ്കിൽ ഭയങ്കര ദുഃഖം പ്രശ്നങ്ങളൊക്കെ കാണും, നാണക്കേട് എല്ലാം ഉണ്ടാവും. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന, എൻ്റെ മോനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാഹുലിനെ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഒരാൾ പോലും അങ്ങനെയൊന്നും പറയരുത് അല്ലെങ്കിൽ ചെയ്യരുത്. നമുക്കൊരു പയ്യനെ ഇഷ്ടമാണ് എങ്കിൽ ആ പയ്യനെ കല്യാണം കഴിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും. ആ തീരുമാനത്തിൽ പെൺകുട്ടികൾ എത്തണം. കല്യാണം കഴിക്കൂ, എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ലീഗലായിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് കൈക്കലാക്കാനും കോടതിയിൽ പോകാനും പല കേസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ആ വശത്ത് നമുക്ക് പോവാം. പക്ഷെ 10 പേരെ കേട്ടത് നാണക്കേടില്ല. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ അയാൾ വേണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ പെണ്ണ് എന്നെ വേണ്ടെന്ന് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിലൊരു വലിയ പ്രശ്നമില്ലാതെയൊക്കെ ജീവിച്ചു പോകാം. അത് രാഹുലിൻ്റെ കാര്യമാണിത്. അതേപോലെയാണ് എനിക്ക് രാഹുൽ കോൺഗ്രസ്സുകാരനാണ്. അതേപോലെയാണ് ഞാൻ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്നത്. രാഹുൽ എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്ര സാർ, അയ്യോ അദ്ദേഹത്തിനെ പറയാമെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. കുറേ പേരുണ്ടെന്നേ പെൺകുട്ടികൾ ഹണി ട്രാപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുറേ പിടിച്ചെടുക്കും പൈസയായിട്ടും. പിന്നെ വണ്ടി മേടിക്കാൻ വരെ പൈസ മേടിക്കുന്ന ചില പെൺകുട്ടികളെ എനിക്കറിയാം. എൻ്റെ അറിവിലുണ്ട്. എന്നിട്ട് ഇതെല്ലാം മേടിച്ചിട്ട് അവസാനം ആ വ്യക്തിനെ തേജോവധം ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് ജീവിക്കാനായിട്ട് പോവാം. ഇതെല്ലാം ജീവിക്കാതെ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ആ പുരുഷനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പറയാൻ പാടില്ല. അതിന് ഞാൻ പുരുഷന്മാരുടെ സൈഡാണ് 100%. അപ്പോൾ അതൊന്നും വലിയ കാര്യങ്ങളല്ല ഈ പറഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ ഈ സുരേന്ദ്ര സാർ, കടകംപള്ളി സുരേന്ദ്രനെ പറഞ്ഞ് അതും ഇതേപോലെ മാധ്യമപ്രവർത്തകരെ ഏറ്റെടുത്തു. അതിൽ 3-4 ദിവസം അത് തന്നെയായിരുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ സാറിന് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ അടുക്കുന്ന ഒരു ചീത്ത രീതിയിൽ സംസാരിക്കുക, ടീച്ചറെന്നല്ലാതെ സാർ എന്നെ വിളിക്കില്ല. അപ്പോൾ അത്രയും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സാറ്, ഞാൻ സാറിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കടകംപള്ളി സാറിനെ പറഞ്ഞതും വലിയ കാര്യങ്ങളൊന്നുമല്ല, അതൊന്നും ശരിയൊന്നുമല്ല. ശരിയല്ലാന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് നിങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സിനോടാണ് ഞാൻ പറയണത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കുറേ കമൻസുകളൊക്കെ വരും. അതൊന്നും എനിക്കൊരു വിഷയമേ ഇല്ല. കമൻസ് ഇടണം, നല്ലോണം അങ്ങോട്ട് ഇടണം കേട്ടോ. കമൻസിന് മറുപടി തരാൻ അറിയാൻ വയ്യാണ്ടൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ
എൻ്റെ ഫ്രണ്ട്സിനോടല്ല കേട്ടോ, ഇത് ഞാൻ പറയണത് എന്നെ അല്ലാതെ പറയുന്നവരോടാണ്. എന്നെ അനാവശ്യം പറഞ്ഞിട്ട് ഇടുന്നവരെ ഇട്ടോളൂ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു അമ്മയുണ്ടല്ലോ, ഇതുപോലത്തെ പെണ്ണുങ്ങളാരും ഇല്ലാണ്ട് നിങ്ങൾ ആൺപിള്ളേരുണ്ടാവുമല്ലോ, ശരിയല്ലേ? ആൺപിള്ളേരുടെ അടുത്ത് എനിക്കിത് കൂടുതൽ പറയാമല്ല. പിന്നെ പെണ്ണുങ്ങൾക്കുള്ള ചൊറിച്ചിൽ എന്താ അറിയോ? എൻ്റെ മുടി വെപ്പാണെന്ന്. ഞാനിനി ഈ മുടീനെ എങ്ങനെ കാണിച്ചിട്ട് ഇത് സത്യമാണെന്ന് തെളിയിക്കണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ മൊട്ടച്ചികൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മുടി വിഗ്ഗാണ്. ഇവിടെ നിന്ന് പോലെ ഞാൻ വിഗ് വെച്ചിരിക്കുകയാണ്. പിന്നെന്തെന്നാ കരി വാരി തേച്ചേക്കണം. അതല്ല എൻ്റെ ഇഷ്ടമല്ലേ. കരി വാങ്ങിക്കുക, കുങ്കുമം തേക്കുക, വാരി തേക്കണമൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അതിന് നിങ്ങളാരും ദുഃഖിക്കേണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പിച്ച തണ്ടി വന്നില്ലല്ലോ, കുറച്ച് കരി താ, കുങ്കുമം താ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാ ഇല്ലല്ലോ. അപ്പോൾ അസൂയയ്ക്കും മരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല, ബാക്കി എല്ലാത്തിനും ഈ നാട്ടിലും മരുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ അതങ്ങനെ. അപ്പോൾ എനിക്കെതിരെ പോസ്റ്റ് ഇടുന്ന കമൻസുകളൊക്കെ വൃത്തികെട്ട രീതി എന്നും വരുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരുന്ന് അങ്ങോട്ട് ഇട്, നല്ലോണം ഇട്. ആർക്കാ ഇവിടെ ഒരാണും പെണ്ണുമാണ് ഈ ലോകത്തുള്ളത്, ആണേ അല്ലേ? സത്യമല്ലേ? ആണും പെണ്ണിന് എന്താക്കുണ്ട് ഏതൊക്കെയുണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം, സത്യമല്ലേ? ഇതിനെ കുറിച്ചിട്ട് അങ്ങ് വിമർശിച്ച് അതിനങ്ങ് അതാണ് ഇതാണ് മറ്റതാ വർത്തതാ പിന്നെ കുറേ വാക്കുകളുണ്ട്, അനാവശ്യ വാക്കുകൾ. ഇതെല്ലാം നമ്മൾ ജനിച്ചു വളർന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ്, എല്ലാവരും കേൾക്കുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ എന്താ വീടുകളിൽ സ്വന്തം അമ്മയെ പറയാത്ത എന്താ? അത് അമ്മയാണല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ അമ്മയെ പറയാത്ത. പക്ഷേ ഞാൻ പറയുന്നത് അറിയോ? അമ്മയും പെങ്ങന്മാരെയൊക്കെ പറഞ്ഞ് പഠിക്കുന്നവന്മാരെ ഇത് എന്നെ പറയുള്ളൂ, അതാണ് സത്യം. വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടാവും, നിത്യപാഠമായിട്ട് അത് അഭ്യസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറയുന്നത്. അല്ലാണ്ട് ഫേസ്ബുക്കും എന്ത് പറയാനും കമൻസ് പറയാനും എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നോ ഓരോരുത്തർ എഴുതുകയാണ്. എല്ലാവർക്കും എന്ത് വേണോ പറയാൻ സ്വാതന്ത്ര്യം. പറഞ്ഞോ, അവിടെ ഇരുന്ന് പറഞ്ഞോ. എന്നിട്ട് ഇത് തന്നെ നിങ്ങൾ കല്യാണം കഴിക്കാത്ത വല്ല പയ്യന്മാരാണെങ്കിലേ കല്യാണം കഴിച്ചിട്ടേ ഭാര്യയും നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടാവും വേണം. അപ്പോൾ കുറേ ദുഃഖങ്ങൾ അനുഭവിക്കണമെങ്കിൽ ആൺകുട്ടി രണ്ടും കണക്ക്. ഇപ്പോഴത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും കണക്ക് തന്നെയാണ്. മക്കളിൽ കൂടിയുള്ള ഒരു ദുഃഖം അനുഭവിക്കുന്ന ഒരു സീനുണ്ട്, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്നവരുണ്ട്. ഇതൊക്കെ കുറേ ദുഃഖങ്ങൾ അനുഭവിച്ച് വരുമ്പോഴല്ലോ ഇതെല്ലാം എന്തിനായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ ജീവിച്ചേ? എൻ്റെ ഒരു ചെറുപ്പകാലം എനിക്കുണ്ടായിരുന്നല്ലോ, ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചു? നിങ്ങൾ തന്നെ മലർന്ന് ഇങ്ങനെ കിടമേപ്പെട്ട് നോക്കി കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, മനസ്സിലായി? എന്തിനാ ഇങ്ങനെ? എന്നേന്നല്ല, ഒരു സ്ത്രീകളെയും അനാവശ്യം പറയരുത്. ഞാൻ ചില പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞൂടാത്തോണ്ടാണ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, മനസ്സിലായോ? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒന്നുമില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ഫോണിൽ കൂടെ പറയില്ല. എൻ്റെ വീട്ടിൽ വരൂ, ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, അയ്യോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ? ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ ടീച്ചറെ, ഇതിനപ്പുറം ചെയ്യണം എന്നാൽ നിങ്ങൾ തന്നെ പറയും, മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം പോലും എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം അറിയാത്തവരാണ് ഞാൻ ആവശ്യം പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലുണ്ടാവുള്ളൂ. ഇത് അന്യ സംസ്ഥാനത്ത് ഇത് ഉണ്ടാവാൻ വഴിയില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അവരൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിപ്പോൾ അമേരിക്കയിലും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്, വെളിനാടുകളിൽ. അവിടെയൊക്കെ ഉണ്ടല്ലോ എന്ത് റെസ്പെക്റ്റ് അറിയാം തമ്മിൽ. നമ്മളെയൊന്ന് വെറുതെ കണ്ടാൽ മതി, അവർ ഒന്നും തരുമൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊക്കെ എന്ത് നമ്മളെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഒരു രീതികളുണ്ട്. ഇതൊക്കെ എന്ത് റെസ്പെക്റ്റായിട്ടാണെന്ന് അറിയാം. പുറത്തൊക്കെ ചെല്ലുമ്പോൾ അതൊരു ലെവലേശം ഇല്ലാത്തത് ഇപ്പം എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഇതുപോലെ കുറേ പയ്യന്മാരാണ് കൂടുതൽ. പെൺകുട്ടികളെ എനിക്ക് തോന്നുന്നു കുറവാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ അനാവശ്യം എഴുതുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇതൊന്നും നല്ല കുടുംബത്തിൽ പറഞ്ഞ പയ്യന്മാർ ചെയ്യില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യില്ല. അവർക്കൊരു ഫാമിലി ഉണ്ട്. ഫാമിലി ഉള്ളവർ
ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ടെന്നുള്ളത് ആലോചിക്കണം. എനിക്ക് 4 മക്കളുണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ ആലോചിക്കേണ്ട എന്താ അറിയാം, ഒരിക്കലും ഒരു ജീവിതം കിടക്കണേ ഉള്ളൂ. ആ ടീച്ചറിന് എത്ര പ്രായമായി, അവരെ കുറേ കാലമൊന്നുമില്ല. അപ്പോൾ ഈ പ്രായമായ എന്നെ നിങ്ങൾ പറയുമ്പോഴേ നിങ്ങളൊരു ചെറുപ്പക്കാരിനെ ഏത് തരത്തിൽ പറയുന്നു ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അതും ഞാൻ യൂട്യൂബിലും ഒക്കെ കാണാറുണ്ട്. ഓരോ കുട്ടികളിങ്ങനെ അവരുടെ പേജ് തുറന്നു വെച്ചിട്ട് ലൈവിൽ ഇരിക്കുമ്പോഴേ എന്തെല്ലാം അനാവശ്യം പറയുന്ന അപ്പം കുട്ടികളെയൊക്കെ എന്ത് കിട്ടാനാ ഇതിനൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അപ്പോൾ സത്യമല്ലേ? അപ്പോൾ പറഞ്ഞോളൂ, നിർത്തരുത്. ഞാൻ പറയുകയാണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ആരും വില വയ്ക്കില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നല്ല ഫ്രണ്ട്സുണ്ട്, അവരുടെ അടുത്തല്ല കേട്ടോ ഞാൻ പറഞ്ഞു. എനിക്ക് അവരെന്നെ ഉപദേശിക്കുകയാണ്. ഇപ്പം തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് എന്തായാലും റിപ്ലൈ അയക്കാൻ എന്താ അറിയോ, ടീച്ചർ ഇതൊന്നും പറയണ്ടായിരുന്നു, എന്തിനാ പറയുന്നത്, പറയണ്ടായിരുന്നു, അവരൊക്കെ ചെയ്യട്ടെ. ടീച്ചറിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ അങ്ങോട്ട് ടീച്ചർ പോകും. എന്താണ് എന്നെ എല്ലാവരും ഉപദേശിക്കുന്നത്, എന്നേക്കാളും ഒരുപാട് വയസ്സിന് താഴെയുള്ള എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും താഴെയാണ്. ഞാൻ പറയാം, വളരെ അപൂർവമുള്ള എൻ്റെ പ്രായം ഒപ്പത്തിനോ അല്ലെങ്കിൽ ഇത്തിരി കൂടിയതുള്ളവരൊക്കെ വളരെ ചെറുപ്പക്കാരികളും ഉണ്ട്. ഡാൻസായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുണ്ട്. അവർക്കൊക്കെ ഞാൻ ഓരോ ടിപ്സൊക്കെ ഈ ഡാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, പിന്നെ ചിലർ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് എന്നും ബഹുമാനമേ ഉള്ളൂ. എന്നെ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ വന്നത് ഓണമല്ലേ, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറയണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ 1-2 വേറെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അതായത് ഞാൻ പറയണത് ശരിയെന്നല്ല, പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ പണ്ട് മുതലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഒരു പേജ് തുടങ്ങിയപ്പോൾ അതിൽ കൂടെ പറയണമെന്നുള്ളൂ. ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നല്ല അടക്കവും ഒതുക്കമൊക്കെ ആയിട്ട് ജീവിക്കുക. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമുക്കൊരു തറവാടുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ അച്ഛനും അമ്മയ്ക്കും തല താഴ്ത്തി നടക്കാൻ ഉള്ളൊരവസരം മക്കളുണ്ടാക്കരുത് എന്ന് പറയും പഴമക്കാർ. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തല നിവർത്തി എൻ്റെ മോളാണത്, എൻ്റെ മോനാണതെന്ന് പറയാനായിട്ടൊരു അഭിമാനമുണ്ട്. അതെന്തായാലും നമ്മളായിട്ട് അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ എനിക്ക് കുട്ടികളോട് ഒരു അഭ്യർത്ഥനയാണ്. എനിക്ക് എല്ലാവരും വളരെ ബഹുമാനമാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ഈ പ്രായം വെച്ച് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണെന്ന് വിചാരിക്കുക കേട്ടോ. എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല. ഞാനും പ്രസവിച്ച ഒരമ്മയാണ്. എനിക്ക് മക്കളുടെ ദുഃഖവും പ്രശ്നങ്ങളും എല്ലാം എനിക്കറിയാം. അല്ലാണ്ട് വേറെ ഇതിനകത്ത് ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ പറയുന്നതല്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി ഓണാശംസ ഞാൻ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.